ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് എടുത്തേക്കാം. ജസ്റ്റ് നിങ്ങളോട് ഇന്ന് കാർഡ്സ് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ദിവസത്തിനെ കുറിച്ച് മൺഡേ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് മൺഡേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് എന്താണ് സാധ്യത എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇന്ന് എന്ത് സംഭവിക്കാനാണ് സാധ്യത? ലെറ്റ്സ് സീ. വളരെ ചെറിയ റീഡിങ് എടുക്കുന്നുള്ളൂ, കാരണം എനിക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. സോ ഞാൻ കുറച്ച് ബിസിയാണ്. സോ ഓക്കെ, സ്ട്രെങ്ത് കാർഡ്, 8 ഓഫ് പെന്റിക്കിൾസ് ആൻഡ് കിങ് ഓഫ് കപ്സ്. ഓക്കെ ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഇന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധ്യത ഇവിടെ സ്ട്രെങ്ത് കാണുന്നുണ്ട്. സോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് അതിന് ഒരു കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന പോലെ. ഓക്കെ, നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി പവർ കൂടുന്ന രീതിയിൽ, അതായത് കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല ഒരു റിസൾട്ട് വരുന്ന പോലെ തോന്നാം. അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ നിങ്ങൾക്ക് തന്നെ ഒരു ഇന്നർ സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളിന്ന് വളരെയധികം എന്തും നിങ്ങൾക്ക് നേരിടാൻ ഇന്നൊരു ധൈര്യം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ എന്തും ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. എന്ത് പ്രോബ്ലം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും ഐ തിങ്ക് നിങ്ങളതിനെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ തന്നെ ഫേസ് ചെയ്യാൻ നിങ്ങൾ നിൽക്കുന്ന പോലെയാണ്. ഇവിടെ ഈ ലയണിനെ മെരുക്കിയെടുക്കുന്ന ഒരു ലേഡിയാണ് അല്ലേ? സോ അതായത് എന്ത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ഇന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു ഇന്നർ ധൈര്യത്തിനെയാണ് അത് കാണിക്കുന്നത്. ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയില്ലേ, ഇന്നർ സ്ട്രെങ്ത് ആണ് അത് കാണിക്കുന്നത്. ആൻഡ് നിങ്ങൾക്കിത് എന്തും ഇന്ന് ഓവർകം ചെയ്യാൻ നിങ്ങൾക്കുള്ള ഒരു ധൈര്യം ഉണ്ടാവും, നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് കുറച്ചുകൂടി നല്ലോണം മുന്നോട്ട് പോകുന്ന രീതിക്ക് കാണുന്നുണ്ട്, കുറച്ചുകൂടി സ്ട്രോങ് ആവുന്ന രീതിക്ക് കാണുന്നുണ്ട്, ബെറ്റർ ആവുന്ന രീതിക്ക് കാണുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ അത് മറികടക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് അതിനുവേണ്ടി നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് നിങ്ങളുടെ ജോലി വർക്കിൽ ൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോലെ കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇവിടെ 8 ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമ്മളൊരു ഹാർഡ് വർക്കിൻ്റെ എനർജിയാണ്. ഹാർഡ് വർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പറയില്ലേ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന രീതിക്കാണ്. സോ നിങ്ങൾ അതിന് വേണ്ടി നിങ്ങളുടെ ഹാർഡ് വർക്ക് ആക്ച്വലി ഐ തിങ്ക് ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന പോലെയാണ് കാണുന്നത്. ആൻഡ് അതിൻ്റെയൊക്കെ തീർച്ചയായിട്ടും ആ ഹാർഡ് വർക്കിനൊക്കെ എന്തായാലും ഒരു റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, പേടിക്കേണ്ട. ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. ഐ തിങ്ക് നിങ്ങൾ ഇന്ന് വളരെയധികം ഇമോഷണലി ഇന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ മെച്യൂർഡായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. സോ ആൻഡ് അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെയാണ് പറയുന്നത്, ഇമോഷൻസ് ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, നിങ്ങൾ ഇമോഷണൽ ആയിരിക്കും, പക്ഷേ ആ ഇമോഷൻസിനെ ഐ തിങ്ക് നിങ്ങൾ വളരെയധികം ഒന്ന് കൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. അഗൈൻ ഇതും വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവനവനെ ഒരു കൺട്രോളിൽ വെക്കുന്ന പോലെയുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തും ലൈക്ക് നമ്മൾ പറയില്ല ഇമോഷണൽ ആവാതെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ അഗെയിൻ നിങ്ങൾ ഇമോഷണൽ മെച്യൂരിറ്റിയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. ഇമോഷണൽ ആവും നമ്മൾ അല്ലേ? ഇല്ല ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കും, വേദനിപ്പിക്കും എല്ലാം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊരു നമ്മൾ ഇമോഷണലായിട്ട് കൂടുതൽ നമ്മളതിൽ ഇൻവോൾവ് ആയി പോകും. പക്ഷെ ഇവിടെ നിങ്ങൾ ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് ഇന്നത്തെ ദിവസം വളരെ പ്രാക്ടിക്കലായിട്ടൊരു അപ്രോച്ചോടെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ആൻഡ് ആക്ച്വലി കൂടുതൽ എനിക്ക് പറയാനൊന്നും തോന്നുന്നില്ല, ബിക്കോസ് ഐ തിങ്ക് ഇന്ന് നല്ല പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്തെ ദിവസം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആവാം, ആരും ആവട്ടോ. ഓക്കെ, ഈവൻ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആരുടെയും ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഇന്നൊരു സപ്പോർട്ട് കിട്ടുന്ന രീതിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു ലൈക്ക് നിങ്ങളുടെ കാര്യം ഒരു നമ്മൾ പറയില്ല ഒരു മെൻ്റൽ സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട് മേ ബി ആരെങ്കിലും നിങ്ങൾക്ക് തരുന്നുണ്ടാവാം. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരുന്ന രീതിക്കും എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള അഫെക്ഷൻ ആയിരിക്കാം കാണുന്നത്. ജസ്റ്റ് 1-2 കാർഡ്സ് നിങ്ങൾക്ക്. വെരി നൈസ്. നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം. ഓക്കെ, യെസ്, അതും ആക്ച്വലി യെസ് അങ്ങനെയും ഫീൽ ചെയ്തു. ഇതും കൂടെ നമ്മൾ പേഷ്യൻസിൻ്റെ കാര്യം പറയാം, ക്ഷമയുടെ കാര്യം പറയാം. സോ നിങ്ങൾ എന്തെങ്കിലും കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് ക്ഷമ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഒരു ഗ്രോത്ത് കൂടിയായിരിക്കും. 4 of Wands നമ്മളെപ്പോഴും ഒരു സ്റ്റെബിലിറ്റിയുടെ കാർഡാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സിൽ ഗ്രോത്ത് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, ജോബിൽ ഗ്രോത്ത്, ബിസിനസ്സിൽ ഗ്രോത്ത്, അല്ലെങ്കിൽ ഒരു സക്സസ് എനർജിയാണ് ഇവിടെ പറയുന്നത്, സെലിബ്രേഷൻ എനർജിയാണ്. കുറച്ച് പേർക്ക് ഈവൻ റിലേഷൻഷിപ്പിൽ ആണ് ഇത് മാരേജ് എടുക്കാം നമുക്ക്. നിങ്ങൾക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേ ബി ആരെങ്കിലും ഇമോഷണലി നിങ്ങളോട് അപ്രോച്ച് ചെയ്യുന്നുണ്ടാവാം. സോ നിങ്ങൾക്ക് ഏതെങ്കിലും പേഴ്സണലിൽ നിന്ന് മേ ബി ഒരു മാരേജ് ഓഫർ, കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല. സോ അതും പോസിബിൾ ആണ് ഇവിടെ. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു സ്റ്റെബിലിറ്റി, നിങ്ങൾ ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന രീതിക്കാണ്. ആൻഡ് അത് നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നിട്ടുണ്ട്. ക്ഷമ ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട്, നല്ല റിസൾട്ട് നിങ്ങൾക്ക് വരുന്ന സമയമാണ്. ആൻഡ് ഇന്നത്തെ ദിവസം ഐ തിങ്ക് അത് നിങ്ങൾക്ക് കാണും, ആ ഒരു കാര്യങ്ങളെല്ലാം ബെറ്റർ ആവുന്ന രീതിയിൽ നിങ്ങൾ കാണും തീർച്ചയായിട്ടും.
ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്നത് സംതിങ് ഈസ് ഓൺ ദ വേ എന്ന് പറയാം. ഓക്കെ, എന്തോ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. നിങ്ങളിടുന്ന എഫേർട്ടിൻ്റെ റിസൾട്ട് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു നല്ല ന്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല വാർത്ത, നിങ്ങൾക്കൊരു ഗ്രോത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഈവൻ പണം കിട്ടുന്ന കാര്യങ്ങളായിരിക്കാം, ഫൈനാൻസിൻ്റെ ഗ്രോത്ത് ആയിരിക്കാം. സോ സംതിങ് നിങ്ങൾ ഇതുവരെ ഒരു ക്ഷമയോടെ കാത്തിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ലോണം എഫേർട്ട് ഇട്ട് ചെയ്ത കാര്യങ്ങളിൽ ഒക്കെ ഒരു റിസൾട്ടിൻ്റെ ഒരു എനർജി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, സോ അത് ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ അഗൈൻ ഒരു ക്ഷമ വെക്കാനും പറയുന്നുണ്ട്. സോ അങ്ങനെ അഡ്വൈസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങളോട് പറയുന്നത് ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കൂ, നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ട് എത്തും എന്നാണ് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ ഐ തിങ്ക് എല്ലാം കൂടുതൽ ഇത് കുറച്ച് പേർക്ക് ഫൈനാൻഷ്യൽ കരിയറിൻ്റെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു, കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സിൻ്റെ കാര്യങ്ങളും ആവാം, രണ്ടും എടുക്കാം. ഓക്കെ, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല എന്ന് എല്ലാവർക്കും നല്ലൊരു സംസാരിക്കട്ടെ. നന്ദി, നമസ്കാരം.